ഇവിടെ യു എയിൽ ഇപ്പം തണുപ്പൊക്കെ നല്ലതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഒരു ചായ കുടി അത് ഭയങ്കര സുഖമുള്ളൊരു കാര്യമാണ്. എൻ്റെ സെൻറ്ററിൻ്റെ തൊട്ടിപ്പുറം ഒരു ചായക്കടയുണ്ട്. അവിടെ രാവിലെ നല്ല അടിപൊളി സ്ട്രോങ് ചായ കിട്ടും. പക്ഷേ ഞാൻ ഷുഗർ ചവിട്ടി പിടിച്ച് എങ്ങനെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതുവരെയായിട്ട് നല്ലതായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ടി വിയിൽ നാട്ടിൽ ന്യൂസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ടൊരു ചായ കൂടി നല്ല സുഖമാട്ടോ. അതിന് ശേഷം അത് ജോലിക്കൊക്കെ കയറി വൈകുന്നേരമായി. അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല നമുക്ക്. വൈകുന്നേരത്തെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഇത് മെട്രോ ഇറങ്ങി. പിന്നെ ഒരു ബസ്സിലും കൂടിയും കയറാനുണ്ട്. ആക്ച്വലി ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും 1 hour ദിവസം ഒരു സൈഡ് തന്നെ ട്രാവൽ ചെയ്യാനുണ്ട്. പക്ഷേ ആദ്യമെല്ലാം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇങ്ങനെ പോയി വരുമ്പോൾ. ഇപ്പോൾ അതൊക്കെ ഓക്കെ ആയി. അങ്ങനെ ഇതേ വൈകുന്നേരം വീട്ടിലെത്തി. ഞങ്ങളൊരു ചെറിയൊരു പർച്ചേസ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടി പോയി. അതിന് ശേഷം തിരിച്ച് വന്നിട്ട് ജിമ്മിലേക്ക് വന്നു. ജിമ്മ് ഞാൻ മാക്സിമം ചെയ്യാനിപ്പോൾ ശ്രമിക്കാറുണ്ട്. ഇപ്പം എനിക്ക് വേണ്ടിയിട്ടുള്ള സമയം ഈ ജിമ്മിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും കണ്ടെത്താറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2 മാസം മുന്നേ ഒരു 2 month കണ്ടിന്യൂസ് ആയിട്ട് ഫുഡും അതുപോലെ തന്നെ ജിമ്മിലും എക്സസൈസും എല്ലാം കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടുണ്ടായിട്ട് പിന്നെ നാട്ടിൽ പോയി. അതിൻ്റെ 22 days നാട്ടിലുണ്ടായിരുന്നു. ആ 22 daysഉം ഒരു വക എക്സസൈസും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നന്നായിട്ട് ഫുഡ് അടിച്ചു. അങ്ങനെ തിരിച്ചു വന്നപ്പം എനിക്ക് വെയിറ്റൊന്നും കൂടിയിട്ടുണ്ടായിട്ടില്ല. പക്ഷേ എന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് കുറച്ചും കൂടി തടിച്ച പോലെയും എനിക്ക് എന്തോ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിട്ടില്ല എൻ്റെ ബോഡീനെ തന്നെ. സോ ഇതിപ്പോൾ ഞാൻ കഠിനമായിട്ട് ബാക്ക് ടു ആ ഒരു ഇതിലേക്ക് ഒന്ന് ഫിറ്റ് ആവാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഫുഡിൻ്റെ കാര്യത്തിലും ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ടുപോകും. പക്ഷേ രാത്രി മാക്സിമം സാലഡാക്കി കഴിക്കാനാണ് ഞങ്ങൾ. ഏട്ടന് ഓൾറെഡി സാലഡാണ് കഴിക്കാറ് രാത്രി. അപ്പോൾ ഞാനും ഇപ്പം അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സാലഡ് റെസിപ്പി ഇതാണ്. ഇതിൽ ഇന്ന് ഡ്രസ്സിംഗ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഈ ഒരു നമ്മൾ ചന ഇതും വേവിച്ചതും കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കോൺ അതൊക്കെ ഉണ്ട്. പിന്നെ മസ്റ്റായിട്ട് ഈ ഒരു ബ്രസ്റ്റ് പീസ്, ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതും ജസ്റ്റ് ഒന്ന് പൊരിച്ചിട്ടെടുക്കും ബട്ടറിൽ. പിന്നെ ഒരു യോഗോട്ടും കൂടി കഴിച്ച് ഇന്നത്തെ ഡിന്നർ ഇവിടെ അവസാനിച്ചു. സോ അടുത്തൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ.